ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാണ്. എന്നെ ചെറുപ്പം തൊട്ടേ ഇതുവരെ അമ്മയുടെ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ലേ. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ പിറന്നാൾ ചെറുപ്പത്തിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? അമ്മ പറഞ്ഞത് ഇത്രയാണ്, ഒരാളുടെ പിറന്നാൾ വരുമ്പോ എല്ലാവരുടെ പിറന്നാൾ പോലെ അങ്ങനെ ആഘോഷിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ വരുമ്പോ അത് വെച്ച് എന്റെ അമ്മയുടെ പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അപ്പോ നമുക്കൊന്ന് അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടാലും. ആദ്യം തന്നെ പിറന്നാളിന്റെ മുഖ്യ ഘടകമായിട്ടുള്ള കേക്ക് വാങ്ങൽ ചടങ്ങിലേക്കാണ് പോണത്. കേക്ക് ഇല്ലാണ്ട് പിറന്നാളില്ല, പിറന്നാളില്ലാണ്ട് കേക്കില്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേക്ക് വാങ്ങാൻ പോണേ. ഈ രണ്ട് ചേട്ടന്മാര് ഇപ്പൊ ബസ് വരും എന്ന് പറഞ്ഞ് അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി നമ്മൾ കേക്ക് വാങ്ങിച്ച് വീട്ടിലെത്തി. ഇത് ആക്ച്വലി രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. അമ്മ കിടന്ന് നല്ല ഉറക്കാണ്, എല്ലാവരും ഉറക്കത്തിലാണ്, ഞാൻ മാത്രം എങ്ങനെ ഇരിക്കണേ. ഇപ്പൊ എന്റെ ഒരു ഫേസ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കണ്ട് ഞെട്ടരുത്. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. രാത്രി എന്റെ കോല എങ്ങനെയാണ് നിങ്ങൾ കണ്ട് ഞെട്ടരുത്. ഇനി രാത്രി 12 മണിക്കാണ് നമ്മൾ കേക്ക് കുറിക്കുന്നത്. സത്യം പറയാല്ലേ, എല്ലാവരും വിളിച്ചെണിപ്പിച്ച് കേക്ക് കുറിക്കാൻ എനിക്ക് ഭയങ്കര അധികം എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ ലൈഫിൽ ഇതുവരെ അമ്മ കേക്ക് കുറിച്ചിട്ടില്ല. അപ്പോൾ ഇത് അമ്മയ്ക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ രാത്രി 12 മണി എന്നെ ചൂസ് ചെയ്തത്. അമ്മ സത്യം പറഞ്ഞത് സ്വപ്നമാണോ സത്യമാണോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ആരാ ചേട്ടാ എന്നുള്ള രീതിയിലാണ് അമ്മച്ചി ഇരിക്കുന്നത്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു പൊതി കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇതും രാത്രി 12 മണിക്കാണ് കൊടുത്തത്. അമ്മ ഇത് കണ്ടിട്ട് എന്തത് അങ്ങനെ രീതിയിലായിരുന്നു അമ്മയുടെ എക്സ്പ്രഷൻ. അമ്മയാണെങ്കിൽ പൈസ ചെലവാക്കണ്ട എന്നുള്ളൊരു മനോഭാവക്കാരിയാണ്. അത് നമ്മൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളത് വെച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതിപ്പോ നമ്മൾ ചെറുതോ വലുതോ, പക്ഷെ അവർ ഹാപ്പി ആയിട്ടിരിക്കണം, ഹാപ്പി ആയിട്ട് അത് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സും കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയി കഴിഞ്ഞപ്പോ അമ്മ വിചാരിച്ചു ഇത്ര ഉള്ളൂന്ന്. പക്ഷെ ഇത്രല്ല. രാവിലെ ആയപ്പോ ഒരു പായസം അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. പായസം ഉണ്ടാക്കിയപ്പോ അമ്മ വിചാരിച്ചു ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുമല്ല, നമ്മളെ ബിരിയാണിയാണ് മെയിൻ ഐറ്റം. ബിരിയാണി വിത്ത് ചിക്കൻ കറി ആൻഡ് സാലഡ്. ഈ 3 സാധനം കൂടി ഉണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ പിറന്നാൾ സെലിബ്രേഷൻ അങ്ങ് കളറായത്. ഞാൻ ഈ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അമ്മ തന്നേക്കുന്ന സന്തോഷത്തിന്റെ അത്ര ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുത്തുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.